ഓണം കഴിഞ്ഞ് ഒരാഴ്ചയായി. എന്നാലും ഞങ്ങളിപ്പോഴാണ് ഫ്രീ ആയത്. അപ്പം അതിൻ്റെ ആഘോഷം ഞങ്ങൾക്ക് നാളെയാണ്. അപ്പോൾ സെറ്റ് മുണ്ടൊക്കെ ഞാൻ അതിന് വേണ്ടി റെഡിയാക്കി വെക്കുകയാണ് രാത്രി തന്നെ. നാളെയെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 22-നാണ് ഞങ്ങളുടെ ഓണാഘോഷം. ഞങ്ങളുടെ ബിൽഡിങ്ങിലുള്ള എല്ലാവരും ഒരുമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് തിരുവാതിരയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് മുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് സെറ്റ് മുണ്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് വേറെ തന്നെയുണ്ട്. അതുകൊണ്ട് രാത്രി തന്നെ അതൊക്കെ റെഡിയാക്കി. പിന്നെ ഞാൻ ചോറ് കഴിച്ചില്ല രാത്രി. വൈകുന്നേരം വരുമ്പോൾ പപ്സ് കഴിച്ചതുകൊണ്ട് എനിക്കത്ര വിശപ്പില്ലായിരുന്നു. പിന്നെ പഴമുള്ളതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. ഞാനും കുട്ടേട്ടനും കൂടെ അത് കഴിച്ചു. അതിനുശേഷം പിന്നെ എനിക്ക് മുടി വേണമെന്ന് പറഞ്ഞിരുന്നു തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അത് റെഡിയാക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് ഞാൻ കുറേ ആയി ഉപയോഗിക്കാതെ. ലാസ്റ്റ് ഈ അവസ്ഥയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ പാട്ടൊക്കെ പാടി കുറച്ച് സമയം എത്ര നോക്കിയിട്ട് അതിൻ്റെ ചടയൊന്നും കളയാൻ കഴിയുന്നേ ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, വാർമുടി വേണമെന്നില്ല, മുടിയില്ലാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നൊക്കെ. അതുകൊണ്ട് അതവിടെ വെച്ചിട്ട് എനിക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുമായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങി പോകാൻ നിൽക്കുകയാണ്. എന്നോട് അടുത്തായതുകൊണ്ട് 7 മണിക്ക് വരണം, അത്തപ്പൂക്കളം റെഡിയാക്കാനുണ്ടെന്ന് പറഞ്ഞാണ്. ഞാനെത്തുമ്പോഴത്തേക്ക് ഏകദേശം 3/4 ഭാഗമായി അത്തപ്പൂക്കളത്തിന്. പിന്നെ കുറച്ച് സമയം ഞാനും പൂക്കളം ഇടാൻ കൂടി. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങളും കൂടി. പിന്നെ തിരുവാതിരയ്ക്ക് ഒരുങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എത്തിയിട്ടുള്ള ബാക്കിയുള്ളവർ ബാക്കി ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങളുടെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഞാൻ ഒരുങ്ങാൻ വേണ്ടി പോയി. സെറ്റ് മുണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞു. ആദ്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് കൊടുത്തിട്ടൊരു തൃപ്തിയായില്ല ശരിക്കും എനിക്ക്. അവരൊക്കെ പറഞ്ഞു നല്ല രസമുണ്ട് കാണാനെന്ന് പറഞ്ഞു. പിന്നെ എനിക്കും ഇഷ്ടമായി. കൊടുത്തൊക്കെ കഴിഞ്ഞ് പിന്നെ പ്ലീറ്റൊക്കെ രാത്രി തന്നെ എടുത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ്. കമ്മലൊന്നും ഇട്ടില്ല. അപ്പം അതിന് കമ്മലൊക്കെ ഇടാനുണ്ട്. പിന്നെ ഒരുങ്ങി കഴിഞ്ഞിട്ട് അവർ താഴെ നിന്ന് വിളിക്കുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഒരുക്കൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും താഴെ നിന്ന് വിളി വന്നു. അപ്പം ഇനി കൂടുതലൊന്നും പറയുന്നില്ല, പരിപാടി കാണാം. ഇതാണ് ഞങ്ങളുടെ തിരുവാതിര ടീം വരുന്നത് കേട്ടോ. പഠിക്കേണ്ട പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പരിപാടി കണ്ടിട്ട് വരാം. പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം. ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് പാട്ട് പാടാനുള്ള സമയമാണ്.
പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം